He is back and he is back with Dracula. Club FM'ൽ Star Jam'ൽ ഇന്ന് എന്റെ കൂടെ ഉള്ളത് മലയാള സിനിമയിലെ the most talked about director. എന്റെ പേര് വിനയൻ. വെൽക്കം ടു മൈ ഷോ സർ. താങ്ക് യു. ഒരു ഹെൽപ്പിനാണ് ഈ ഡ്രാക്കുള ഭയങ്കരമായിട്ട് പല്ലൊക്കെ ഇങ്ങനെ കാണിച്ച് രക്തം കുടിക്കുന്ന ഒരു അതികായനെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റു പല ഡ്രാക്കുളമാരെയും നമുക്ക് തടയാൻ വേണ്ടി. പേടിപ്പിക്കാൻ പോകുന്നത് സത്യത്തിൽ ആരായിരിക്കും? വിനയനായിരിക്കും, ഡ്രാക്കുള ആയിരിക്കും? പേടി ഒരു ഭയങ്കര ആസ്വാദികരമായ സംഭവമാണ്. ഭയം എന്ന് പറഞ്ഞാൽ ഭയത്തിലൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഞെട്ടിത്തെറിച്ചിട്ട് നമുക്ക് ചുറ്റും നോക്കുക. ഈ എവിടെ ഉണ്ട് ഡ്രാക്കുള, ഇരുട്ടിന്റെ മറയത്ത് ഇയാൾ എന്നെ പിടിക്കാൻ വരുന്നുണ്ടോ, ആ ഭയം ഞാൻ കൊടുത്തിരിക്കും, സംശയമില്ല. ഡ്രാക്കുള ഒരു പിന്നെ റൊമാനിയൻ പ്രേതമാണ്. സോ ഒരു ഇംഗ്ലീഷ് പ്രേതവും ഒരു ഇന്ത്യൻ പ്രേതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒത്തിരി വ്യത്യാസമുണ്ട്. അവരുടെ ബഡ്ജറ്റിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ചിത്രം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു ഗ്രാഫിക്സും ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഇപ്പൊ ഈ 3Dയിൽ കിട്ടിയിരിക്കുന്ന എഫക്റ്റുകളും ഈ ഡ്രാക്കുള 2000 യൂണിവേഴ്സൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് കമ്പനി കാണുകയും പടം വേൾഡ് വൈഡ് റിലീസാക്കാനുള്ള ധാരണയായിരിക്കുകയാണ്. ഡ്രാക്കുള എന്ന് പറയുന്നതിന്റെ ഒരു കൺവെൻഷനിൽ അയാളുടെ ഒരു കോട്ട്, അയാളുടെ ഒരു നടപ്പ്, അയാളുടെ ഒരു ഹൈറ്റ്, ലുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് അത്രയൊക്കെ ഉള്ള ഞാൻ സുധീറിനെ എന്ന് പറയുന്ന നമ്മുടെ സുധീറിനെ കണ്ടെത്തിയത്. ഇപ്പൊ സുധീറിനെ വേൾഡ് വൈഡ് റിലീസിൽ ഇദ്ദേഹം നായകനാണല്ലോ. ഇപ്പൊ ഈ പടം ഹോളിവുഡ് റിലീസ് ചെയ്യാൻ പോവാണ്. ഹോളിവുഡ് റിലീസ് ചെയ്യുമ്പോൾ സുധീറാണ് നായകൻ എന്ന് പറയുന്ന ഒരു കൊച്ചു കാര്യമാണോ? നമ്മുടെ നാട്ടിൽ നിന്ന് പോയാൽ ഇവിടെ സീരിയലൊക്കെ അഭിനയിച്ച് കണ്ടവരുടെ ഒക്കെ ഇടികൊണ്ട് കിടന്ന ഒരു ചെറുപ്പക്കാരൻ അയാളൊരു വേൾഡ് വൈഡിലുള്ള ഒരു വലിയ സിനിമയുടെ നായകനായി മാറുകയാണ്. അങ്ങനെ ഞാൻ ഒത്തിരി പേര് സീരിയലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ വിജയം, ഇപ്പൊ ഇവിടെ ഇത് ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഒത്തിരി കാശ് കിട്ടുന്നതിലൊക്കെ അപ്പുറത്തേക്കുള്ള വിജയമാണ് ഹോളിവുഡ് റിലീസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സൽ പിക്ചേഴ്സ് ചിത്രം എടുത്തിരിക്കുന്നു എന്നുള്ളത്. ആൻഡ് ലെറ്റ് മീ സ്റ്റാർട്ട് ദ ഷോ. ഇന്ന് സ്റ്റാർ ജാം എന്നുള്ള ഇന്റർവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ എന്ത് ചോദ്യമാണ് ചോദിക്കാൻ പാടില്ലാത്തത്? എന്ത് ചോദ്യവും ചോദിക്കാം എന്നുള്ള എന്റെ അഭിപ്രായത്തിനെ ഖണ്ഡിക്കാൻ പാടില്ല. Alright, let's start the show and that's director വിനയൻ. The Club FM Star Jam. Ton കണക്കിന് Fun. Star Jam with RJ Sean. Star Jam'ൽ എന്റെ കൂടെ ഉള്ളത് ഡയറക്ടർ വിനയൻ. A different version featuring Indian mythology എന്നൊക്കെ ട്രെയിലർ എഴുതി കേട്ടു. എന്താ അതിന്റെ അർത്ഥം? ഹോളിവുഡിൽ ഡ്രാക്കുളയെ സംബന്ധിച്ച് 25-ലേറെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഫ്രഞ്ചിൽ വന്നിട്ടുണ്ട്, ഇത് ഇറ്റലിയിൽ വന്നിട്ടുണ്ട്, ഒക്കെ ലാംഗ്വേജ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ലാംഗ്വേജിൽ വരുന്ന ആദ്യത്തെ ഡ്രാക്കുള ഇതായതുകൊണ്ട് തന്നെ ഒരു പ്രേതം നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ മിത്തോളജി എടുത്ത് അടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മിത്തോളജി, ഇന്ത്യയിൽ വരുന്ന ഒരു പ്രേതത്തിന് ഇന്ത്യൻ മിത്തോളജി, ഇന്ത്യ മന്ത്ര തന്ത്ര ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്നതാണ് എന്റെ കഥ. ആ നാട്ടില് പിന്നെ എന്താ പറയാ, പ്രേതത്തെ ഓടിക്കുന്നവരെക്കാളും മിടുക്കന്മാർ ഈ നാട്ടിലെ പ്രേതത്തെ ഓടിക്കുന്നവരാണ്. അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ മന്ത്രങ്ങൾ, നമ്മുടെ മന്ത്രോച്ചാരണം, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചാൽ ഒത്തിരി അതിനകത്ത് രസകരമായ കാര്യങ്ങളുണ്ട്. ഒരാളിപ്പോൾ ഒരു മുറിയിലോട്ട് കയറുമ്പോൾ നിക്കട അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ കാലെടുത്ത് പുറമോട്ട് വെക്കുന്നതാണ് മന്ത്രത്തിന്റെ ശക്തി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ ശക്തി ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മനുഷ്യ ദൈവങ്ങൾ ഉണ്ടാകുന്നത് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായിരുന്നു ഹനുമാൻ എന്ന് പറയുന്ന നമ്മുടെ ദൈവത്തിന്റെ നമുക്ക് തന്നൊരു ഫോർമുലയും. അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് ശക്തിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ അങ്ങോട്ട് പൊങ്ങുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ശക്തി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഇന്ത്യയിലാണ്. മനുഷ്യ ദൈവങ്ങൾക്ക് സ്ഥാനമുണ്ട് ഇന്ത്യയിൽ എന്ന് പറയുന്നത് അതിൽ സംശയമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ അവിടെ മുന്നിൽ ഈ മന്ത്രിമാർ പോലും മുട്ടുകുത്തി നിൽക്കണമെങ്കിൽ അവർക്ക് ശക്തിയില്ലെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പൊ അവർക്ക് ശക്തി ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയണം. ശക്തി ഇല്ലെന്ന് പറയാൻ ആർക്ക് തയ്യാറാവും? ഇവിടുത്തെ ഏതെങ്കിലും പറയുന്നവർക്ക് 10 പേരെ അവിടെ മുന്നിൽ കൂട്ടാൻ പറ്റുന്നുണ്ടോ? അപ്പൊ യു ബിലീവ് ഇൻ പിന്നെ എന്താ പറയാ, ഈ പറയുന്ന പോലെ നമ്മൾ തന്നെ ദൈവമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരെ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഒരു മാസ് കൂടിക്കൊണ്ട് ഒരാളെ പറ്റി മോശമാക്കിയാലും നല്ലതാക്കിയാലും അതിന് പവറുണ്ട്, ആകും. ഇപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. 10,000-കണക്കിന് പേര്, 1,000-കണക്കിന് പേര് റോഡെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്താൽ അവൾ പോയി സൂയിസൈഡ് ചെയ്യുന്നു. എന്താ കാര്യം? ഈ വാക്കുകളുടെ ഇൻസൾട്ടേഷന്റെ ശക്തിയാണ്. ഒരു കുട്ടി, ഒരു ഗോൾ അടിക്കുന്ന ഒരു പയ്യൻ ഫുട്ബോൾ കളിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാർ അവനെ എൻകറേജ് ചെയ്താൽ ഒരു ഗോൾ 10 ഗോളായി മാറുന്നു. എന്തിന്റെ ശക്തിയാണ്? വള്ളം തുഴയുമ്പോൾ ഇങ്ങനെ തുല്യാതുല്യമായി പോകുന്ന വള്ളത്തിനെ കരയ്ക്ക് നിന്ന് ആർപ്പിടുന്നവരുടെ മുന്നിൽ ഈ വള്ളം മുന്നോട്ട് കയറിപ്പോകുന്നു. എന്തിന്റെ ശക്തിയാണ്? ദർസ് എ പവർ ഇൻ അവർ. അത് നിങ്ങൾ പറയുന്ന അന്ധവിശ്വാസമൊന്നുമല്ല. ഇന്നത്തെ ഇന്റർവ്യൂവിന് ഒരു പവർ ഉണ്ട്. അപ്പോ വിനയനും ഇതുപോലെ ആരുടെയൊക്കെയോ മന്ത്രോച്ചാരണം കാരണമാണോ ഇവിടെ എത്തി നിൽക്കുന്നത്? സംശയമുണ്ടോ? ആരുടെയൊക്കെ ഒന്നുമല്ല. നീ പോകും, നിന്റെ ഭാഗത്താണ് ന്യായം. 1000-കണക്കിന് പേര് ഒരുമിച്ച് നിന്നിട്ട് നിന്നെ എതിർക്കുമ്പോഴും ഈ സിനിമയ്ക്കകത്ത് നീ നിൽക്കണമെങ്കിൽ നിന്റേതായ ഒരു പവർ വേണമെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുല്ലുപോലെ ഇവരെയൊക്കെ അവഗണിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുന്നത്. അതാണ് കാര്യം. That's director Vineyan with me on Club FM Star Jam. Ton കണക്കിന് Fun. Star Jam with RJ Sean.
എന്റെ കൂടെ ഡ്രാക്കുള ഡയറക്ടർ ഉണ്ട്. എന്റെ പേര് വിനയൻ. വെൽക്കം ബാക്ക് ടു ദി ഷോ സർ. താങ്ക് യു വെരി മച്ച്. ടെൽ മീ, ആരാണ് ശരിക്കും ഡ്രാക്കുള? ഡ്രാക്കുള എന്ന് പറയുന്നത് ഇദ്ദേഹം കൗണ്ട് ഡ്രാക്കുള എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇദ്ദേഹം റൊമാനിയയിലെ ട്രാൻസിൽവാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രഭുവായിരുന്നു. ഇദ്ദേഹം ഭയങ്കര യോദ്ധാവായിരുന്നു. അപ്പൊ എതിരാളികളെ കൊന്നിട്ട് രക്തം കുടിക്കുമായിരുന്നെന്നാണ് പറയുന്നത്. ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അതിസുന്ദരനായിരുന്നു. അന്ന് അടുത്ത രാജ്യത്തെ പെൺകുട്ടിയെ പ്രണയിച്ചു, രാജാവിന്റെ പെൺകുട്ടിയെ മോളെ പ്രണയിച്ചു. പക്ഷെ അയാൾ വിട്ടുകൊടുത്തില്ല, തട്ടിക്കൊണ്ടുപോകുന്നു. ഇവർ ഭയങ്കര ഇഷ്ടത്തിൽ ഭയങ്കരമായിട്ട് കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാരായിട്ട് കഴിയുന്ന സമയത്താണ് ഈ രാജാവിന്റെ വൈരാഗ്യത്തിന് യുദ്ധം പുറപ്പെടുകയാണ്. അയലോകത്തെ അമ്മായിയച്ഛൻ രാജാവ്. യുദ്ധത്തിൽ ഇയാള് തോറ്റുപോയി എന്നാണ് ഈ രാജാവ് മോളെ അറിയിക്കുകയാണ്. കൊന്നുകളഞ്ഞു. ആരെ? ഡ്രാക്കുളയെ കൊന്നുകളഞ്ഞു. ഇതറിഞ്ഞിട്ട് ഈ മകൾ അവളെന്ത് ചെയ്തു? ആൾത്താരയ്ക്ക് മുന്നിൽ വന്നിട്ട് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യാണ്. ഇവൻ യഥാർത്ഥത്തിൽ മരിച്ചില്ല. ഇവൻ അമ്മായച്ചൻ ഉൾപ്പെടെയുള്ളവരെ കൊന്നു എല്ലാവരും. പക്ഷേ അമ്മായച്ചൻ കാണിച്ച ഒരു നമ്മുടെ മഹാഭാരതത്തിലുണ്ട് അശ്വത്ഥാമ ഹത നകുഞ്ചര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദ്രോണാചാര്യരെ ഇരുത്തി കളഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരു കളവാണത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കാണിച്ച ഈ കളവിൽ, ഈ പറയുന്ന അച്ഛൻ പറഞ്ഞ കളവിൽ മകൾ ആത്മഹത്യ ചെയ്തു. ഇയാൾ വിൻ ചെയ്ത് ഭയങ്കര വീരപരിവേഷത്തോടുകൂടി വരുമ്പം ആൾത്താരയ്ക്ക് മുമ്പിൽ മരിച്ചു കിടക്കുന്ന ഭാര്യയാണ്. ഇയാൾ ഭയങ്കരമായിട്ട് വയലന്റ് ആകുന്നു. ഇതിന് ഉത്തരവാദി വാളെടുത്തിട്ട് വെട്ടിയെന്നാണ് പറയുന്നത്. ആ ബ്ലഡ് ഇയാൾ കുടിച്ചതോടെ ഇയാള് ഭീകരനായ ഒരു രൂപിയായി മാറുകയാണ്. അതായിരുന്നു ഡ്രാക്കുള. ഇയാളുടെ മനുഷ്യരൂപം പ്രാപിക്കാനും പറ്റും, ഈ രൂപം പ്രാപിക്കാനും പറ്റും. അത് നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നു. ഡ്രാക്കുള മരിച്ചിട്ടില്ല, അൺഡെഡായിട്ട് നൂറ്റാണ്ടുകളോളം ജീവിച്ച. പിന്നെ ഇയാൾ കഴിഞ്ഞ ശവപ്പെട്ടിക്കകത്ത് ഡേ ടൈമിൽ മുഴുവൻ ശവപ്പെട്ടിക്കകത്ത് അടച്ചു കിടക്കുകയും സൂര്യപ്രകാശമേറ്റ ഇയാൾ മെൽറ്റായി പോയി. അതാണ് അതിന്റെ കഥ. അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന കഥ അത് സിനിമയാക്കിയാൽ എന്താണ് എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചു. ശരിക്കും അങ്ങേക്ക് ഡ്രാക്കുള, യക്ഷി ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? ഒരു വിശ്വാസമില്ല. എനിക്കിഷ്ടമായിരുന്നു കൊച്ചുനാളിൽ. എൻ്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിരുന്ന എൻ്റെ കുടുംബത്തിലെ കന്യാകോണിൽ നിൽക്കുന്ന എഴിലമ്പാലയുടെ മുകളിൽ ഒരു യക്ഷിയുണ്ടെന്നും അവൾ പ്രണയപരവശയാണെന്നും ഇന്ന് പ്രതികാര ദുർഗയാണെന്നും അവളെ വഞ്ചിച്ച ആൾക്കാർക്കെതിരെ പ്രതികാരം തീർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അതിസുന്ദരിയായ യക്ഷിയുടെ കഥ എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കേട്ട് ഞാൻ ഭയങ്കര ത്രില്ലടിച്ചിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങേക്ക് യക്ഷിയെ പേടിയില്ല, പിന്നെ എന്തിനാണ് പേടിയുള്ളത്? എനിക്കങ്ങനെ ഒന്നിന്, എനിക്ക് സ്നേഹത്തെ പേടിയാണ്. സ്നേഹം കൊണ്ട് എന്നെ തോപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും. അല്ലാതുള്ളൊരു ഭയത്തിന് ഞാൻ ജീവിതത്തിൽ ഇതുവരെ അടിമയായിട്ടില്ല. എനിക്കിന്ന് നഷ്ടപ്പെടും, എനിക്കിന്ന് സിനിമ കിട്ടത്തില്ല, എന്നെ കണ്ട സൂപ്പർ സ്റ്റാർ ദേഷ്യപ്പെടും, സൂപ്പർ സ്റ്റാർ എനിക്ക് ഡേറ്റ് തരത്തില്ല, ഇതൊന്നും പറഞ്ഞാൽ അതിനകത്തൊന്നും പുല്ല് വല്ലതും കൊടുക്കില്ല. ഫൺ. കേരളത്തിൽ ഇരുന്നുകൊണ്ട് റൊമാനിയ എന്നുള്ളൊരു നാടിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോണേ. കാരണം എന്റെ കൂടെ ഉള്ളത് ഡയറക്ടർ വിനയനാണ്. റൊമാനിയയിൽ പോയിട്ടുണ്ട്. ശരിക്കും ഈ റൊമാനിയ എന്ന് പറഞ്ഞാൽ ഡ്രാക്കുള കോട്ട നേരിട്ട് കണ്ടപ്പോ എങ്ങനെ? നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു കോട്ട തന്നെയാണ്. ഈ ടിപ്പു സുൽത്താന്റെ കോട്ട എന്നൊക്കെ പറയുന്ന പോലെയാണോ? അതിലും ഒക്കെ ഭീകരമായ ഞാൻ കാണിക്കുന്നുണ്ട് പടത്തിൽ. ഈ കുറെ പടികൾ കയറി ഇവിടെ ചില അവിടെ കംപ്ലീറ്റ് ടൂറിസ്റ്റുകളാണ് അവിടെ. ഇപ്പോൾ ഈ ഡ്രാക്കുള പാലസ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. റൊമാനിയ ഒരു ദരിദ്ര രാഷ്ട്രമാണ്, മനസ്സിലായി. റൊമാനിയയിൽ വരുമാനം എന്ന് പറയുന്ന വേറെ ബിസിനസ് ഒന്നുമില്ല. അവരിപ്പോൾ ആകെ കൂടി ജീവിക്കുന്നത്. അവരെന്നോട് പറഞ്ഞല്ലോ, അത് ഞാൻ പടത്തിൽ ആ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. ഡ്രാക്കുള ഈസ് ദ ഗോഡ് ആൻഡ് ഗോസ്റ്റ് ഓഫ് അസ് എന്നാണ്. മനസ്സിലായി, ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ചെകുത്താനുമാണ് എന്ന് പറയുന്ന സംഭവം. അവിടുത്തെ ആൾക്കാർ ഡ്രാക്കുള പേടിയുണ്ടോ? ഇല്ല. നമ്മുടെ സുധീർ ഡ്രാക്കുള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കാശ് കിട്ടിയില്ല. ലീന്ന് അവിടുത്തെ കാശിന് ഇന്ത്യൻ റുപ്പീസ് ആണ്ട് 10,000-30,000 ഒരു ദിവസം കളക്ട് ചെയ്ത് അദ്ദേഹം ഇയാളെ കണ്ടിട്ട് ഉടനെ. അപ്പൊ അവിടെ മുഴുവൻ ഡ്രാക്കുളയുടെ ഫോട്ടോകളാണ്. കപ്പ്, ചായ കുടിക്കുന്ന കപ്പ്. നമ്മൾ ഹോട്ടലിൽ ചെന്നാൽ നമുക്ക് എന്ത് സാധനം മേടിച്ചാലും അതിനകത്ത് ഡ്രാക്കുള പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഹോട്ടലിന്റെ പേരാണെങ്കിൽ വൂൾഫ് ബ്രാൻകാസിൽ എന്നാണ് ഈ കോട്ടയുടെ പേര്. അവർ ജീവിക്കുന്നത് തന്നെ ഈ ഡ്രാക്കുള പാലസിലെ വരുമാനം കൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം കയറി ചെന്നപ്പോൾ ഒരു ഭയങ്കര ഇടനാഴി കൂടെ ചെന്ന് ഒരു ഞങ്ങളോട് ഒരു ഗൈഡ് ഉണ്ട്. അയാൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. ആ ഇടനാഴി ഒരു ഭയങ്കര ഒരു വലിയ ഹാള് കണക്കുണ്ട്. പക്ഷെ ഹാളിന്റെ ലൈറ്റിംഗ് ഒക്കെ ഒരു ഹൊറർ ലൈറ്റിംഗ് ഒക്കെയാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറുകയും മേളിൽ നിന്ന് ഒരു ഭയങ്കര അലർച്ച, ഡ്രാക്കുളയോട് ഭയങ്കര അലർച്ച. നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ ഈ കോട്ടൊക്കെ പറപ്പിച്ച് രൂപം വന്ന് താഴോട്ട് ചാടി. ഇത് ഏത് ടൂറിസ്റ്റ് വന്നാലും അവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഡ്രാക്കുള സങ്കല്പമാണെന്ന് പറഞ്ഞു. അപ്പൊ കോട്ടയം ഇത് സങ്കല്പം എന്ന് പറയുന്നില്ലോ. ഇതിനകത്ത് സങ്കല്പവും സത്യവും കൂടെ ഒരു മിക്സാണ് ഈ സംഭവം. ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. റിയൽ ആയിട്ട് അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ബ്ലഡ് കുടിച്ചിരുന്ന പാത്രം, ഇദ്ദേഹം കിടന്നുറങ്ങിയിരുന്ന ബെഡ്, അദ്ദേഹം ഈ പറയുന്ന ശവപ്പെട്ടിക്കകത്ത് കിടന്ന ഭയങ്കര ഒരു ഹാള്. ആ പാലസ് ടൂറിസ്റ്റുകളെ കാണിക്കാനായിട്ട് തുറന്നു കൊടുത്തിരിക്കുക. അവർ പറയുന്നത് ഇന്ന് ഡ്രാക്കുള ഇല്ല. അവിടുത്തെ ബിഷപ്പുമാർ ഈ ഡ്രാക്കുളയെ പറഞ്ഞു വെച്ചു. ആൽമരത്തിൽ ആണിയടിച്ചു. നമ്മൾ ആൽമരത്തിൽ ആണിയടിച്ചു എന്ന് പറയുന്നതിനൊക്കെ അവിടുത്തെ ബിഷപ്പുമാർ ഇയാളെ ആവാഹിച്ച് എവിടെയോ കടത്തി. അവിടെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അയ്യോ, എല്ലാ വെള്ളിയാഴ്ചയും ഡ്രാക്കുള ഇറങ്ങും രാത്രി? സംശയമുണ്ട്. ഇവിടെ 5:30 മണിക്ക് ശേഷം ആരും കയറ്റത്തില്ലല്ലോ ഈ കോട്ടയിൽ. ഇപ്പൊ ഡ്രാക്കുള ഇല്ലെന്ന് പറയുന്ന കോട്ട 5:30 ആകുമ്പോൾ ഒറ്റ ഗാർഡ് അവിടെ നിൽക്കത്തില്ല. അതെയോ? അവര് ഭയങ്കര അന്ധവിശ്വാസികളാണ് നമ്മളെ കാട്ടിലൊക്കെ. ഡ്രാക്കുള മരിച്ചിട്ടില്ല, ഡ്രാക്കുളയുടെ കഥകളും മരിച്ചിട്ടില്ല. എന്റെ കൂടെ ഡയറക്ടർ വിനയൻ ഓൺ ക്ലബ് FM. സ്റ്റാർ ജാം.